രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ ആരോപണവുമായി ഡിവൈഎഫ്ഐ. എംഎൽഎ പീഡിപ്പിച്ചവരിൽ ബിജെപി നേതാവിന്റെ ഭാര്യയുമെന്ന് ഡിവൈഎഫ്ഐ. പാലക്കാട് ജില്ലക്കാരനായ ബിജെപി നേതാവിന്റെ ഭാര്യയാണെന്നാണ് ആരോപണം. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പെർവേർട്ട്, ഭൂലോക ക്രിമിനൽ, ആ പരനാറി, അദ്ദേഹം ഒരു സ്ത്രീയെയോ രണ്ട് സ്ത്രീയെയോ അല്ല, ഒരു മാലയിലെ മുത്തുമണികൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ഊരി വരുന്നതെങ്കിൽ അതുപോലെയാണ് പരാതികളുടെ പ്രളയം വന്നത്. ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി ചെത്തല്ലൂരിൽ സംഘടിപ്പിച്ച ജാഗ്രതാ സദസ്സിൽ പ്രസംഗിക്കുകയായിരുന്നു ഷഹീർ അലി. ബിജെപിയും രാഹുലിനെ സംരക്ഷിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് ഷഹീർ അലി ആരോപിച്ചു. രാഹുലിനെതിരെ പ്രതികരിക്കാൻ പാലക്കാട്ടെ ബിജെപി തയ്യാറാകുന്നില്ല. ബിജെപിയും കോൺഗ്രസും തമ്മിൽ പീഡന വിഷയത്തിൽ അന്തർധാരയാണെന്നും ഷഹീർ അലി പറഞ്ഞു. പ്രവർത്തക പീഡിപ്പിക്കപ്പെട്ടിട്ടും ബിജെപിക്കാർ പ്രതികരിക്കുന്നില്ല. ആർഎസ്എസുകാർ ഒരു പയ്യനെ പീഡിപ്പിച്ചപ്പോൾ കോൺഗ്രസ് മിണ്ടുന്നില്ല. ബിജെപിക്കും കോൺഗ്രസിനും പീഡനത്തിൽ ഒരേ നിലപാടാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ വ്യക്തി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ച് ഗർഭിണിയാക്കി വിട്ട ഒരു സ്ത്രീ ചെത്തല്ലൂരുമായി തച്ചനാട്ടുകരയുമായി ബന്ധമുണ്ട് എന്ന് കൃത്യമായ വാർത്തകൾ പുറത്തു വന്നു. പക്ഷേ ഈ നാട്ടിലെ ബിജെപിക്കാരൻ പ്രതികരിച്ചോ? പാലക്കാട് എന്താ അവസ്ഥ? പാലക്കാട് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ കോൺഗ്രസ് ആണ്, 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബിജെപി ആണ്. അഥവാ കോൺഗ്രസിനെ തോൽപ്പിച്ചാൽ ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വിജയിക്കാമായിരുന്ന അവരുടെ എ ക്ലാസ് മണ്ഡലത്തിലുള്ള ഒരു എംഎൽഎ ഇതുപോലുള്ള നാറിയ പീഡന കഥകളില് ഈ നാട്ടില് പുറത്തു വന്നിട്ടും എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ബിജെപി പ്രതിഷേധിക്കാത്തത്? എന്തുകൊണ്ടാണ് ബിജെപി പ്രതികരിക്കാത്തത്? ബിജെപി പ്രതികരിക്കില്ല. അതാണ് ഇവർ തമ്മിലുള്ള അന്തർധാര. ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കളും ചെത്തല്ലൂരിലെ ബിജെപി നേതാക്കളും തമ്മിൽ അന്തർധാര നടത്തി. ക്രൂരമായ പീഡനത്തിന് ഇരയാകുന്ന ആളുകൾ അവനവന്റെ കൂട്ടത്തിൽ ഉണ്ടായിട്ട് പോലും അവർക്ക് ആ പീഡനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിക്കെതിരെ ശബ്ദിക്കാൻ എന്തുകൊണ്ട് ബിജെപി തയ്യാറാവുന്നില്ല? UTV ന്യൂസ്, പാലക്കാട്.